സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുമോ? സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയെന്നും അതൊരിക്കലും തന്നെ സമൂഹത്തെ ബാധിക്കില്ലെന്നും കരുതുന്നവരുമുണ്ട്. സിനിമ പഠിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇത് രണ്ടും ശരിയല്ല. സിനിമ കണ്ടുകൊണ്ടൊരാളെ കൊല്ലാനോ ബോംബ് വെക്കാനോ ഒന്നും ആരും പെട്ടെന്നിറങ്ങി പുറപ്പെടുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കാറുണ്ട്. ഇലക്ഷൻ കാലത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ പ്രൊപ്പഗണ്ടകൾ സിനിമകളാക്കി പുറത്തിറക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊക്കെ എന്തിനാണ്? ചില സിനിമകൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജയ 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 ഹേ, വിശ്വരൂപം, വാങ്ക്, ബിരിയാണി, ഗോഡ് ഫോർ സെയിൽ, ട്രാൻസ് പോലുള്ള ഒരുപാട് സിനിമകൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? കാരണം സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ആ ഒരു സ്വാധീനം വഴി സിനിമ സമൂഹത്തിലുണ്ടാക്കിയ ചില തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. നാം ഇതിനു മുമ്പ് സംസാരിച്ചൊരു വിഷയമായിരുന്നു സിനിമ പഠിപ്പിച്ച ചില നല്ല കാര്യങ്ങളും ചില തെറ്റായ കാര്യങ്ങളും. അതിൽ നാം പറഞ്ഞതാണ് തെറ്റായ ഫാക്ട് സിനിമകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ആക്ച്വലി ആ തെറ്റായ കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് സിനിമയിൽ അവതരിപ്പിക്കാറ്. ചില സ്യൂഡോ സയൻസും സിനിമയിൽ പറയാറുണ്ട്. 2005 അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് രാജമാണിക്കം. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗം എങ്ങനെയാണ്? ഒരുപാട് സിനിമകളിൽ കാണിച്ച കാര്യമാണ് ചുവന്ന നിറം കണ്ടാൽ കാള ആക്രമിക്കും എന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കാളയ്ക്ക് ചുവന്ന നിറം തിരിച്ചറിയാനുള്ള കഴിവ് പോലുമില്ല. പണ്ട് മുതൽക്കലേ ചില കാളപ്പൂരുകളിൽ ചുവന്ന കൊടി ഉപയോഗിക്കാറുണ്ട്. ആ കൊടിയുടെ ചലനം കണ്ടുകൊണ്ടാണ് കാള അക്രമാസക്തനാകുന്നത്, അല്ലാതെ കൊടിയുടെ നിറം കണ്ടിട്ടല്ല. ഒരുപാട് സിനിമകളിൽ ഈ തെറ്റായ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ശിക്ഷയില്ല എന്നൊന്നുമില്ല. നമ്മുടെ നിയമത്തിൽ അതിനെല്ലാം തക്കതായ ശിക്ഷയുണ്ട്. ഇതുപോലെ സിനിമ പഠിപ്പിച്ച ഒരുപാട് തെറ്റായ കാര്യങ്ങൾ അറിയാൻ നാം ചെയ്ത വീഡിയോ കാണുമല്ലോ. സിനിമ ഓരോ പ്രദേശത്തെയും ഓരോ തെറ്റായ കാര്യങ്ങളാൽ ചാപ്പുകുത്തും. പിന്നീടത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഒരുപാട് കാലം മലയാള സിനിമകളിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഭാഷയും വേഷവും ഒരുപോലെ ആയിട്ടാണ് കാണിക്കാറ്. മലപ്പുറം ജില്ലയാണ് കാണിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കഥാപാത്രം നിർബന്ധമാണ്. എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? മുസ്ലിം കഥാപാത്രമാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഭാഷ മാത്രമാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവരുടെ ശബ്ദത്തിലും ഒരു വ്യത്യാസമുണ്ടാകും. കോഴിക്കോട്ടെ കാക്കാമാരൊക്കെ ഈ മറ്റേ അടവാടാരാന്ന് വിചാരിച്ചു. ഇതുപോലെ ഓരോ ജില്ലകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ സിനിമകളിൽ കാണിക്കാറുണ്ട്. എന്റെ ജില്ലക്കാർ ഇത്തിരി പോലെ എന്തെന്നെങ്ങാനും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അയ്യം. ജില്ലകളെക്കുറിച്ച് മാത്രമല്ല സംസ്ഥാനങ്ങളെക്കുറിച്ചും ചില പൊതുബോധങ്ങൾ സിനിമ നൽകാറുണ്ട്. മലയാളി പെൺകുട്ടികളെല്ലാം സുന്ദരികളാണെന്നും അവരെല്ലാം നായർ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും തമിഴ് സിനിമയിൽ നാം കാണാറുണ്ട്. ഓരോ പ്രദേശങ്ങൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ അവിടെയുള്ള എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് സിനിമയിൽ കാണിക്കാറുമുണ്ട്. പെഴുപ്പിച്ചു കാണിച്ച് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന തെറ്റായ പൊതുബോധമാണിത്. ചൈനയിലും ജപ്പാനിലുമുള്ള എല്ലാവർക്കും കരാട്ടെ കുംഫു അറിയാം എന്ന് കരുതുന്നത് കേരളത്തിലെ എല്ലാവർക്കും കളരി അറിയാമെന്ന് പറയുന്നത് പോലുള്ള ഒരു മണ്ടത്തരമാണ്. എന്നാൽ പുതിയ ചില സിനിമകളിൽ ഈ പറഞ്ഞ പൊതുബോധങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുവരുന്നുമുണ്ട്. സിനിമകളുടെ തെറ്റായ സ്വാധീനത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? കൂടുതൽ സിനിമകൾ കാണുക, അറിവുകൾ നേടുക. അറിവുകൾ നേടാൻ ഏറ്റവും നല്ലത് പുസ്തക വായനയാണ്. അതിനും സമയമില്ലാത്തവർക്ക് ഓഡിയോ ബുക്സ് കേൾക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത് കുക്കു FM കുറിച്ചാണ്. OV വിജയന്റെ ഖസാക്കിൻ ഇതിഹാസം പോലെ മലയാളികൾ കേട്ടിരിക്കേണ്ട ഒട്ടുമിക്ക പുസ്തകങ്ങളും കുക്കു FM ലഭ്യമാണ്. ഇപ്പോൾ 7 ദിവസത്തേക്ക് കുക്കു FM ഫ്രീ ട്രയൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്ത് കേൾക്കാനുള്ള ഓപ്ഷൻ എടുക്കാം. 7 ദിവസത്തേക്ക് മുഴുവൻ കണ്ടന്റും ഫ്രീ ആയി കേൾക്കാവുന്നതാണ്. ഫ്രീ ട്രയൽ ആക്റ്റീവ് ആക്കുമ്പോൾ 2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യുകയും അത് അതേ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രീ ട്രയൽ ക്യാൻസൽ ചെയ്യാവുന്നതുമാണ്. ഫ്രീ ട്രയൽ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ടോട് കൂടി സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതുമാണ്. താല്പര്യമുള്ളവർ ഫസ്റ്റ് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. ഒരുപാട് കാലമായി മലയാള സിനിമ പ്രചരിപ്പിക്കുന്ന ഒന്നാണ് അരാഷ്ട്രീയത. സന്ദേശം പോലുള്ള ഒരുപാട് സിനിമകൾ അതിനുദാഹരണമാണ്. രാഷ്ട്രീയക്കാരെ വില്ലന്മാരായും കൊള്ളരുതാത്തവരായുമായാണ് ഇത്തരം സിനിമകളിൽ കാണിക്കാറ്. രാഷ്ട്രീയം നമ്മെ ബാധിക്കുന്ന കാര്യമല്ല എന്നും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തെറ്റായ കാര്യമാണെന്നുമാണ് ഇത്തരം സിനിമകൾ പഠിപ്പിക്കുന്നത്. സ്വയലാഭത്തിനും അഴിമതിക്കും പണമുണ്ടാക്കുവാനും വേണ്ടി മാത്രമാണ് ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നാണ് സിനിമകളിൽ പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള അന്ധമായ വിരോധമാണ് ഇത്തരം സിനിമകളിൽ പ്രചരിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നും ഇത്തരം സിനിമകളിലൂടെ മനസ്സിലാക്കിയവരുമുണ്ട്.
സിനിമ എന്ന കല ജനകീയമായത് റഷ്യയിലെ മോസ്കോയിൽ നിന്നാണ്. അന്ന് ഈ സിനിമകൾ പ്രചരിപ്പിക്കുവാനുണ്ടായ പ്രധാന കാരണം അന്നത്തെ ഗവൺമെന്റിന്റെ പ്രൊപ്പഗണ്ട സിനിമകളാണ് അവയെല്ലാം തന്നെ എന്നുള്ളതാണ്. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ സിനിമകളെ ഉപയോഗിക്കാറുണ്ട്. അതാണ് പ്രൊപ്പഗണ്ട സിനിമകൾ. അത്തരം സിനിമകൾ തെറ്റായ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുകയും ചരിത്രങ്ങൾ വരെ വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. കേരള സ്റ്റോറി കണ്ടതിനു ശേഷം നോർത്ത് ഇന്ത്യൻകാർക്ക് മലയാളികളോടുള്ള മനോഭാവം മാറിയതായി പലരും അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ സിനിമയിലൂടെ തെറ്റായ സ്വാധീനത്തെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ്. സ്ത്രീവിരുദ്ധമായ സിനിമകളും ജാതീയതയും വർഗീയതയും ഇത്തരത്തിലുള്ള സിനിമകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുമുണ്ട്. പല സിനിമകളിലും ക്ലൈമാക്സിൽ നായകൻ വില്ലനെ കൊല്ലുന്നതായിട്ടായിരിക്കും കാണിച്ചിരിക്കുക. അതായത് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തി. കോടതിയും പോലീസുമെല്ലാം നോക്കുകുത്തികളാണെന്നും നമ്മൾ നേരിട്ട് തന്നെ നിയമം നടപ്പിലാക്കണം എന്നാണ് പല സിനിമകളിലും കാണിക്കാറുള്ളത്. രാജ്യദ്രോഹത്തിന് ശിക്ഷ ഇവിടെ ഇപ്പോ. വില്ലന്മാരെ ജനങ്ങൾ തല്ലിക്കൊല്ലുന്നതും അല്ലെങ്കിൽ നായകൻ കെട്ടിയിട്ട് ബോംബിടുന്നതുമെല്ലാം കാണിക്കാറുണ്ട്. കൊലപാതകത്തെക്കുറിച്ചും ബലാത്സംഗത്തെക്കുറിച്ചുമുള്ള സോഷ്യൽ മീഡിയ വാർത്തകളിലെ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവനെ അടിച്ചു കൊല്ലണം, പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നും ആരും അധികം ചെയ്തതല്ല. എന്നാൽ സിനിമകളിൽ ഇവയെല്ലാം കാണിക്കാറുണ്ട്. അതിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ കമന്റ്സ് ഇടാറ്. കാരണം അവർ കണ്ട പല സിനിമകളിലും ഇത്തരം കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് ആ ഒരു രീതിയിലാണ്. യഥാർത്ഥത്തിലല്ലെങ്കിലും സിനിമയിൽ കണ്ടിരിക്കുന്ന ആ ഒരു അവബോധം അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം കമന്റ് ചെയ്യുന്നത്. സിനിമ കണ്ട് മോഷ്ടിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും ആരും പോകാറില്ല. എന്നാൽ സിനിമ കണ്ടുകൊണ്ട് അതുപോലെ പ്രണയിക്കാൻ പലരും പോകാറുണ്ട്. സിനിമ കണ്ട് നൽകുന്ന തെറ്റായ പ്രണയ സങ്കല്പങ്ങൾ അതുപോലെ തന്നെ പലരും ജീവിതത്തിൽ പിന്തുടരാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്റ്റോക്കിംഗ്. അതായത് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കൽ. ഒരു പെൺകുട്ടിയോട് തന്റെ പ്രണയം അറിയിക്കുവാൻ അവരുടെ പിന്നാലെ ശല്യം ചെയ്യുക എന്ന രീതിയിലാണ് നമ്മുടെ മലയാള സിനിമ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തെറ്റായ കാര്യമായാണ് ഇവയൊക്കെ. എന്നാൽ ഇതൊന്നും തെറ്റല്ല, ആൺകുട്ടികളുടെ അവകാശമായാണ് സിനിമകളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ സ്റ്റോക്കിങ്ങിനെ കുറിച്ച് മാത്രമായി നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആ വീഡിയോ കാണുമല്ലോ. സിനിമ നമുക്ക് തെറ്റായ മോട്ടിവേഷൻ നൽകുന്നു. പലരും സിനിമ കണ്ടുകൊണ്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുമുണ്ട്. സിനിമ കണ്ട ശേഷം മോട്ടിവേഷൻ കിട്ടാറുമുണ്ട്. എന്നാൽ അതിന് സിനിമയുടെ അത്ര മാത്രമേ ആയുസ്സുമുള്ളൂ. സിനിമയിലെ നായകനോ നായികയോ നേടുന്ന അച്ചീവ്മെന്റ്സ് കണ്ടുകൊണ്ട് നാം ഇൻസ്പയർ ആകാറുണ്ട്. എന്നാൽ സിനിമയിൽ അത് വളരെ പെട്ടെന്ന് കിട്ടിയതായിട്ടായിരിക്കും കാണിക്കുക. അതുകണ്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാം എന്ന ഒരു ധാരണ നമുക്കുണ്ടാകും. സിനിമയിലെ പോലെ ഒരു പാട്ടിൽ പണക്കാരനാകാനൊന്നും നമുക്ക് പറ്റില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. സിനിമ കണ്ടുകൊണ്ട് നാം നമ്മുടെ പരിശ്രമം തുടരുമ്പോൾ റിസൾട്ട് ഉണ്ടാവാറില്ല. ഭാവിയിൽ അവ ഉപേക്ഷിക്കാനാണ് പതിവ്. ആദിത്യൻ IPS. ഓവർനൈറ്റ് സക്സസിന് വേണ്ടി നമ്മളെ കൊതിപ്പിക്കാൻ ഈ സിനിമകൾ കാരണമാകുന്നു. ഏതെങ്കിലും ഒരു സിനിമ കണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒന്നോർത്തു നോക്കൂ. മിക്കവാറും ഉണ്ടാകാറില്ല. അതുതന്നെയാണ് സിനിമ നൽകിയ തെറ്റായ മോട്ടിവേഷൻ. പോലീസ്, പട്ടാളം സിനിമ കണ്ട് അതുപോലെ ആകാൻ തോന്നാറില്ലേ? സിനിമയിലെ നായകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കും ചെയ്യാൻ തോന്നാറുണ്ട്. സിനിമ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഒരു തോന്നൽ ഇല്ലാതാകാറുമുണ്ട്. സിനിമയിലെ ടോക്സിക് മസ്കുലിനിറ്റി. ഒരാൺ എങ്ങനെയായിരിക്കണമെന്ന തെറ്റായ ഒരു പൊതുബോധമാണ് ടോക്സിക് മസ്കുലിനിറ്റി. സിനിമയിലെ നായകന്മാർ എല്ലാം തികഞ്ഞവരായതുകൊണ്ട് ഒരാൺ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന ഉള്ള ചിന്ത എല്ലാവരിലും വരും. കട്ട് താടി വേണം, മസിൽ വേണം, അത്യാവശ്യം പുകവലിയും മദ്യപാനവും വേണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയൊന്നും ഇല്ലാത്ത ഒരാണല്ല എന്ന ബോധം സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കലിപ്പനായ നായകൻ എന്നോർക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും തികഞ്ഞവനായി കാണിക്കുന്നത്. അതായത് ഒരു ദുശ്ശീലവും ഇല്ലാത്ത ആൾ മാസ് അല്ല എന്ന ധാരണ ഇവിടെ ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രശ്നം സ്ത്രീകളിലുമുണ്ട്. ബോൾഡായി സ്ത്രീകളെ കാണിക്കുവാൻ നീളം കുറഞ്ഞ മുടി, മദ്യപാനം, ബൈക്ക് ഓടിക്കുവാനുള്ള കഴിവ് എന്നിവയൊക്കെയെല്ലാം കാണിക്കാറുണ്ട്. അതിനാൽ മുടി മുറിച്ച ഒരു പെൺകുട്ടിയെ കണ്ടാൽ ബാക്കി എല്ലാ സ്വഭാവങ്ങളും അവളിൽ നാം ചാർത്തിക്കൊടുക്കാറുണ്ട്. നമുക്ക് അറിയാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചായിരിക്കും നാം അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. കാരണം സിനിമ നമ്മളെ അങ്ങനെ ചിന്തിക്കുവാൻ വേണ്ടി പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ മറ്റൊരു സ്വാധീനമാണ് അന്ധമായ താര ആരാധന. പരിധി കഴിഞ്ഞിട്ടുള്ള ആരാധന അപകടകരമായ കാര്യമാണ്.
ഒരാളുടെ സിനിമ കണ്ട് അഭിനയം കണ്ട് അവരെ പുകഴ്ത്തുന്നതിലൂടെ നമ്മളുടെ ആരാധന അവസാനിക്കണം. നടന്മാർക്ക് വേണ്ടി തല്ലുകൂടുന്ന ഗ്രൂപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്ധമായ ആരാധനയുടെ പ്രൊഡക്റ്റാണ് അവയൊക്കെ. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് താരത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എന്നാലും അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കാൻ പോലും തുനിയുന്നവരുണ്ട്. നല്ലൊരു നടനായതുകൊണ്ട് മാത്രം നല്ലൊരു വ്യക്തിയാവണമെന്നില്ല. എന്നാൽ അവരുടെ വ്യക്തിത്വത്തെയും ആരാധിക്കുന്നവരുണ്ട്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയും തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഫാനിസം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ സിനിമയിൽ നിന്നും സ്വാധീനം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തതുമായ കാര്യങ്ങളും ഉണ്ടാകാം. എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. ഒന്നുമില്ലെങ്കിലും സിനിമാ ട്രെൻഡിനനുസരിച്ചുള്ള ഡ്രസ്സെങ്കിലും നിങ്ങൾ ധരിച്ചിരിക്കും. അതോ സിനിമയെ മാത്രം കണ്ടാൽ മതിയെന്നാണോ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വരാം. ലവ് യു ഓൾ.